ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ 10 മിനിറ്റിലേക്ക് പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫുൾ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്സ് മിസ്ദാ ഷടപടേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? റിഫ്ലക്ഷൻ എന്താണ് എന്നുള്ളത് തന്നെയാണ് അല്ലേ. അപ്പോൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് ലോസ് ഒക്കെ പഠിക്കുന്നുണ്ട്. എന്തായിരുന്നു നമ്മൾ റിഫ്ലക്ഷനിൽ പഠിച്ചത്? ഒരു ലൈറ്റ് വരുന്നു, അത് വന്ന് തട്ടിക്കഴിഞ്ഞ് വേറൊരു ഡയറക്ഷനിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ലൈറ്റ് റിഫ്ലക്ഷൻ എന്ന് പറയുക. അതിൽ വരുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻസിഡൻറ്റ് റേ എന്നാണ് വിളിക്കുക അല്ലേ. വന്ന് തട്ടുന്നതിനെ നമ്മൾ ഇൻസിഡൻറ്റ് റേ എന്ന് വിളിക്കും. അതേപോലെ തന്നെ തട്ടി തിരിച്ചു പോകുന്നതിനെ നമ്മൾ റിഫ്ലക്റ്റഡ് റേ എന്ന് വിളിക്കുന്നു അല്ലേ. റിഫ്ലക്റ്റഡ് റേ എന്നാണ് വിളിക്കുക. ഇതിനെ നമ്മൾ നോർമൽ എന്നാണ് പറയുക. ഇനി ഇതിൻ്റെ ആംഗിൾസ് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ആംഗിളിനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നും ഈ ആംഗിളിനെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നുമാണ് പറയുക. ഇനി ഇതിൻ്റെ ലോസ് ഉണ്ടല്ലേ, ഈ റിഫ്ലക്ഷന് നമ്മൾ കുറച്ച് ലോസ് പഠിക്കുന്നുണ്ട്. 2 ലോ ആണുള്ളത്. ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത് ഈ ഐയും ഈ ആറും എന്താണ്? ഈക്വൽ ആയിരിക്കും. അഥവാ ഇൻസിഡൻറ്റ് ആംഗിളും അതേപോലെ തന്നെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആണ് എന്നാണ് ഒന്നാമതായി പഠിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? ഈ ഇൻസിഡൻറ്റ് റേയും നോർമലും റിഫ്ലക്റ്റഡ് റേയും ഒരേ പ്ലെയിനിലായിരിക്കും ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ഓൾ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. ഇതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം നമ്മുടെ പ്ലെയിൻ മിററിലേക്ക് വരികയാണെങ്കിൽ എന്താണ് മക്കളെ പ്ലെയിൻ മിററിൻ്റെ ഇമേജസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? നമുക്കറിയാം ഇമേജ് ഡിസ്റ്റൻസും അതേപോലെ തന്നെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും സെയിം ആണ് എന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ സൈസ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ അതേ സൈസാണ് ഉണ്ടാവുക അല്ലെ. പ്ലെയിൻ മിറർ ആണെന്നുണ്ടെങ്കിൽ ഇമേജിൻ്റെ സൈസ് ഒബ്ജക്റ്റിൻ്റെ അതേ സൈസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി നേച്ചർ എന്താ? വെർച്വലും അതേപോലെ തന്നെ ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ് കിട്ടുന്നത്. പിന്നെ പാർഷ്യൽ ഇൻവേർഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ റൈറ്റ് ആയിട്ടാണ് കാണുക എന്നുള്ള കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പഠിക്കുന്നുണ്ട്. അതാണ് നമ്മൾ പ്ലെയിൻ മിററിനെ പറ്റി പഠിക്കുന്നത്. അതിനുശേഷം നമ്മൾ 2 മിറേഴ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. കോൺകേവ് മിററും അതേപോലെ തന്നെ കോൺവെക്സ് മിററും. അപ്പോൾ കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ ഒരു കേവ് ഷേപ്പാണ് ഉണ്ടാവുക അല്ലേ. അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഒരു കേവ് ഫോർമാറ്റിൽ ഒരു കേവ് ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ കോൺവെക്സ് ആണെങ്കിൽ ഇങ്ങനെ പുറത്തോട്ടേക്ക് എന്ത് ചെയ്യുക? ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് റിഫ്ലക്റ്റഡ് സർഫസ് ഉണ്ടാവുക. പിന്നെ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ ഫോക്കൽ ലെങ്ത്തിൻ്റെ കാര്യം പഠിക്കണം. കോൺകേവ് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ കോൺകേവ് മിറർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി കോൺവെക്സ് ആണെന്നുണ്ടെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നതാണ് എന്ത്? ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മെയിൻ ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് പഠിക്കുന്നത്? ഇപ്പോൾ ഒരു മിറർ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, ഒരു മിറർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ മിററിനെ ഇതാണ് നമ്മുടെ മിറർ എന്ന് വിചാരിക്കുക അല്ലേ. ഇതാണ് നമ്മുടെ മിററെങ്കിൽ അതിൻ്റെ നടുക്ക് കൂടെ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? അതിൻ്റെ നടുക്ക് കൂടെ ഇതിൻ്റെ സെൻറ്ററിനെ നമ്മൾ ഒപ്റ്റിക് സെൻറ്റർ എന്നാണ് പറയുക അല്ലേ. ഒപ്റ്റിക് സെൻറ്റർ അഥവാ പോൾ എന്ന് നമ്മൾ പറയും അല്ലേ, പോൾ എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ നടുക്ക് കൂടെ നമ്മളൊരു പാരലൽ ആയിട്ടുള്ള ലൈൻ വരയ്ക്കും. ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്നാണ് പറയുക അല്ലേ. പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, ഇതിനെയാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുക. ഇനി നമുക്കറിയാം ഇതിൻ്റെ സെൻറ്ററിന് അല്ലേ, ഈ ഒരു മിറർ ഭാഗമായിട്ടുള്ള സ്ഫിയറിൻ്റെ സെൻറ്ററിനെ നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയും. ഇതിൻ്റെ രണ്ടും നടുക്കുള്ളതിനെ നമ്മൾ ഫോക്കസ് എന്നാണ് പറയുക അഥവാ എഫ് എന്ന് നമ്മൾ പറയുന്നു. ഇനി ഇവിടം വരെയുള്ള ദൂരത്തിന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? അതും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇവിടം വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ആൻഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ദൂരത്തിനെ നമ്മൾ R എന്ന് പറയുന്നു. ആൻഡ് ഇവരുടെ ഇക്വേഷൻ എന്താണ്? R = 2F ആണ് അല്ലേ. ഫോക്കസിൻ്റെ 2 ടൈംസ് അഥവാ റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ പകുതിയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഫോക്കൽ ലെങ്ത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മിററിനെ പറ്റി അറിയേണ്ടത്. പിന്നെ മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ്റെ ഒരു ടേബിൾ ഉണ്ട് അല്ലേ. അതിൻ്റെ എന്തും കൂടെ പഠിക്കണം. ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണെന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ടും പഠിക്കണം. അതേപോലെ തന്നെ ഈ ഒരു ടേബിളാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഈ ടേബിളിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്? യെസ്, നോക്കുക. ഓരോ ഒബ്ജക്ട്സും ഇൻഫിനിറ്റിയിൽ വെക്കുന്ന സമയത്ത് ബിയോണ്ട് സിയിൽ, അറ്റ് സിയിൽ, ബിറ്റ്വീൻ സി ആൻഡ് എഫ്, അറ്റ് എഫ്, ബിറ്റ്വീൻ പി ആൻഡ് എഫിൽ വെക്കുന്ന സമയത്ത് ഓരോ സമയത്തും എവിടെയാണ് പൊസിഷൻ ഓഫ് ഇമേജ് അല്ലെ, ഇമേജ് എവിടെയാണ് കിട്ടുക? ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഫോക്കസിൽ കിട്ടും, ബിയോണ്ട് സിയിലാണെങ്കിൽ ബിറ്റ്വീൻ സി ആൻഡ് എഫ് കിട്ടും, അറ്റ് സിയിലാണെങ്കിൽ അറ്റ് സിയിൽ കിട്ടും, ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണെങ്കിൽ ബിയോണ്ട് സി കിട്ടും. അതുപോലെ തന്നെ അറ്റ് എഫ് ആണെങ്കിൽ ഇൻഫിനിറ്റിയിൽ കിട്ടും, ബിറ്റ്വീൻ പി ആൻഡ് എഫ് ആണെങ്കിൽ ബിഹൈൻഡ് ദ മിറർ കിട്ടും അല്ലേ. ഇനി അതേപോലെ തന്നെ അതിൻ്റെ സൈസും നേച്ചറുമാണ്. അപ്പോൾ കോൺകേവ് മിറർ
ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ് എപ്പോഴും കിട്ടുന്നത്. പക്ഷെ ഒരു സ്ഥലത്ത് മാത്രം നമുക്ക് വിർച്വൽ ആൻഡ് ഇറക്റ്റ് കിട്ടുന്നുണ്ട്. അതേതാ? ബിറ്റ്വീൻ പി ആൻഡ് എഫിലാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് 10 മിനിറ്റിനുള്ളിൽ ആയതുകൊണ്ട് ഇത് ചെയ്യാൻ വേണ്ടി സമയമില്ലാത്തതുകൊണ്ടാണ് മിസ് ചെയ്യാത്തത്. പക്ഷേ ഈ ടേബിൾ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി കോൺവെക്സ് മിററിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് 2 പഠിക്കാനുള്ളൂ. ഒന്ന് ഇൻഫിനിറ്റിയിലുള്ളതും അതേപോലെ തന്നെ ഇൻഫിനിറ്റിൻ്റെയും പോളിൻ്റെ ഇടയിലുള്ളത്. അപ്പോൾ കോൺവെക്സ് മിററിൻ്റെ പ്രത്യേകത ഇത് എപ്പോഴും വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ് ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ എപ്പോഴും നിവർന്നത്, ഇത് ഇറക്റ്റ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ വിർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ബിഹൈൻഡ് ദ മിറർ ഉണ്ടാവുന്നതിനാണ് വിർച്വൽ ഇമേജ് എന്ന് പറയുക. അപ്പോൾ വിർച്വൽ ഇമേജുമാണ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കുക. ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഫോക്കസിലായിരിക്കും എന്തുണ്ടാവുക, പൊസിഷൻ ഓഫ് ദി ഇമേജ് ഉണ്ടാവുക. ആൻഡ് ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും ഹൈലി ഡിമിനിഷ്ഡ് ആയിരിക്കും. അപ്പോൾ കോൺവെക്സ് മിററിൻ്റെ എപ്പോഴുമുള്ള പ്രത്യേകത എൻ്റെ കുട്ടികൾ ഓർത്തിരിക്കുക, ഹൈലി ഡിമിനിഷ്ഡ് ആയിട്ടുള്ള വിർച്വൽ ഇമേജ് ആണ് തരുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ എൻലാർജ്ഡ് ആയിട്ടുള്ള വിർച്വൽ ഇമേജ് ആണ് തരുന്നത്. അപ്പോൾ അതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന അടുത്തൊരു സാധനമാണ് മിറർ ഫോർമുല. അപ്പോൾ മിറർ ഫോർമുല എന്താ? 1/f = 1/v + 1/u എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ഇതിൽ u എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്, v എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ് ആണ്, f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. എന്താണ് മാഗ്നിഫിക്കേഷൻ? അതായത് ഇമേജ് ഒബ്ജക്റ്റിനേക്കാൾ എത്രത്തോളം വലുതാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ പഠിക്കുന്നത്. ഈ മാഗ്നിഫിക്കേഷൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്നുള്ളതാണ്. അതിൽ നിന്നും കിട്ടുന്ന ഇക്വേഷൻ ആണ് -v/u. ഇനി -v/u ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇതിൻ്റെ കാർട്ടീഷ്യൻ നമുക്കൊന്ന് എടുക്കാണ്ട് അല്ലേ, കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എടുക്കാണ്ട്. അപ്പം മിററിൻ്റെ കേസിലും ഇതേപോലെ തന്നെയാണ് വരിക കേട്ടോ. ഇപ്പോൾ ഇവിടെ ലെൻസ് ആണെന്നേ ഉള്ളൂ, ബട്ട് മിററിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിലും സെയിം തന്നെ ആയതുകൊണ്ടാണ് മിസ് പറയുന്നത്. ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ പോളിൽ നിന്നും ഇങ്ങോട്ടാണ് എടുക്കുന്നതെങ്കിൽ നെഗറ്റീവാണ്, മുമ്പോട്ട് പോവുകയാണെങ്കിൽ പോസിറ്റീവ്, ഇനി മുകളിലേക്കാണെങ്കിൽ പോസിറ്റീവ്, താഴേക്കാണെങ്കിൽ നെഗറ്റീവ്. ഇത് ലെൻസിനാണെങ്കിലും മിററിനാണെങ്കിലും സെയിം തന്നെയാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഇക്വേഷനിൽ വിയും യുവിൻ്റെയും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള കാര്യമൊക്കെ എടുക്കുന്നത്. ഫോക്കൽ ലെങ്ത്തിൻ്റെ കാര്യം ഓർക്കുക, കോൺവെക്സ് ആണ്. അപ്പോൾ വെക്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ഈ എക്സ് എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് പോലെ തോന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് കോൺവെക്സ് മിറർ ആണെങ്കിലും ലെൻസ് ആണെങ്കിലും പോസിറ്റീവ് ആണ്, കോൺകേവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെന്നൊന്ന് ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ റിഫ്രാക്ഷൻ്റെ ഭാഗത്തിലേക്ക് വരുമ്പോഴും ഇതേപോലെ തന്നെ ലോ ഓഫ് റിഫ്രാക്ഷൻ ഉണ്ട്. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് പോകുമ്പോൾ അല്ലേ, ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് പോകുമ്പോൾ ലൈറ്റ് എന്ത് ചെയ്യുന്നു? ബെൻഡ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുക. റിഫ്രാക്ഷൻ എന്തുണ്ട്? ലോ ഓഫ് റിഫ്രാക്ഷൻ 2 ആണല്ലോ. ഒന്ന് sin I / sin r = കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്നെൽസ് ലോ ആണ് അല്ലേ. അതായത് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇത് രണ്ടും ഈക്വൽ അല്ലല്ലോ അല്ലേ. മറ്റേലാണെന്നുണ്ടെങ്കിൽ ലോ ഓഫ് റിഫ്ലക്ഷനിലാണെങ്കിൽ അത് ഈക്വൽ ആയിരുന്നു, പക്ഷേ ഇവിടെ ഈക്വൽ അല്ല. അപ്പോൾ അതുകൊണ്ട് sin I / sin r = കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നതാണ് ഇവരുടെ എന്തെന്ന് പറയുന്നത് ഇക്വേഷൻ ആയിട്ട് വരുന്നത് ഫസ്റ്റത്തെ. പിന്നെ അടുത്ത എന്താ? ഇൻസിഡൻറ്റ് റേയും റിഫ്രാക്റ്റഡ് റേയും നോർമലും സെയിം പ്ലെയിനിലായിരിക്കും. അത് നേരത്തെ പോലെ തന്നെയാണ് വരിക കേട്ടോ. ഇനി ഇവർ ബെൻഡ് ചെയ്യുന്നതിനൊരു റൂൾ ഉണ്ട് അല്ലേ. എങ്ങനെയാണ് ബെൻഡ് ചെയ്യുക? അതിനാണ് നമ്മൾ റെയറർ മീഡിയം ഡെൻസർ മീഡിയം പറയുന്നുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഡെൻസറിൽ നിന്ന് അല്ലേ, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ നോർമലിൽ നിന്നും എവേ ആയിട്ടാണ് പോവുക. നോർമലിൽ നോക്കൂ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നോർമലിൽ നിന്നും വിട്ടുപോകും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ഡെൻസറിൽ നിന്നും റെയറിലേക്കാണ് വരുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നോർമലിൽ നിന്നും വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ ഡെൻസറിൽ നിന്ന്, അതായത് റെയറിൽ നിന്ന് ഡെൻസറിലേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ടുവേർഡ്സ് ദി നോർമലാണ് ബെൻഡ് ചെയ്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് നമുക്കറിയാം, നമുക്ക് കുറച്ച് എന്തുണ്ട്, മീഡിയംസ് ഉണ്ട്. ആ മീഡിയംസിനെ പറ്റി നമുക്കറിയണം. അതിലേറ്റവും ഡെൻസിറ്റി കുറവുള്ളത് നമ്മുടെ എയർ ആണ്. പിന്നെ അതിനേക്കാൾ കൂടുതലാണ് നമ്മുടെ വാട്ടറിന്, അതിനേക്കാൾ കൂടുതലാണ് നമ്മുടെ ഗ്ലാസ്സിന്, അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഡയമണ്ടിന്. ഇതാണ് പഠിക്കേണ്ടത് കേട്ടോ, ഡയമണ്ടിനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എയർ, വാട്ടർ, ഗ്ലാസ്, അതുപോലെ തന്നെ ഡയമണ്ട്. അപ്പോൾ ഡയമണ്ടിനാണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത്, എയറിനാണ് ഏറ്റവും കുറവ് ഡെൻസിറ്റി ഉള്ളത്. അപ്പോൾ എയറും വാട്ടറും നോക്കുമ്പോൾ വാട്ടറാണ് ഡെൻസർ മീഡിയം, എയർ ആണ് റെയറർ മീഡിയം. ആ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ബെൻഡിങ് റൂൾ പറയുന്നത് കേട്ടോ. ഇനി സ്പീഡിൻ്റെ ഫോർമുല അഥവാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഈ ഒരു ബെൻഡിങ്ങിന് സാധ്യമാക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റ് എന്ന് പറയുന്നത് ഓരോ മീഡിയത്തിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഡിലാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഡിൽ പോകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്.
ഇതേപോലെ തന്നെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ സ്പീഡ് കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടുന്ന് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് n=c/v ആണ്. അപ്പോൾ c എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, വാക്വത്തിലുള്ള ലൈറ്റിൻ്റെ സ്പീഡ്, അതായത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് c എന്ന് പറയുന്നത്. ഇനി v എന്ന് പറഞ്ഞാൽ ആ മീഡിയത്തിൻ്റെ സ്പീഡാണ് കേട്ടോ. അപ്പോൾ v എന്ന് പറയുമ്പോൾ ആ മീഡിയത്തിൻ്റെ സ്പീഡാണ്, c എന്ന് പറയുമ്പോൾ വാക്വത്തിൽ സ്പീഡാണ്. അപ്പോൾ ഏതൊരു മീഡിയത്തിനും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, വാക്വത്തിലെ സ്പീഡ് ഡിവൈഡഡ് ബൈ ആ മീഡിയത്തിലെ സ്പീഡ് ചെയ്താൽ മതി. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് ചോദിക്കും. ഇനി ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം തന്നെ വൺ ഷോട്ട് പോയി കണ്ടോ, മിസ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഇനി ലെൻസസിലും ഇതേപോലെ തന്നെ കോൺവെക്സ് ലെൻസും അതേപോലെ തന്നെ എന്താ ഉള്ളത്, കോൺകേവ് ലെൻസും ആണ് ഉള്ളത്. അതും കോൺവെക്സ് ആണെങ്കിൽ പോസിറ്റീവ് ആണ്, കോൺകേവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺവെക്സ് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷൻ ആണ് പഠിക്കേണ്ടത്. അവിടെ കോൺകേവ് മിററിൻ്റെ പോലെ വരുന്നതാണ് ഇവിടെ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് കേട്ടോ. കണ്ടോ, സെയിം ആണ്. അറ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ അറ്റ് ഫോക്കസിലാണ് ഉണ്ടാവുക. പിന്നെ ബിയോണ്ട് 2f എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, നമ്മുടെ സീനെയാണ് കേട്ടോ പറയുന്നത്. അതൊന്ന് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. അതായത് ഇപ്പോൾ പാർട്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇതാണ് നമ്മുടെ ലെൻസ് എങ്കിൽ ഇതിൻ്റെ സെൻറ്ററിനെയാണ് നമ്മൾ ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോക്കസ് ഉണ്ടാവും. ആൻഡ് സെൻറ്റർ ഓഫ് കർവേച്ചറിന് പകരമാണ് നമ്മളിവിടെ എന്ത് വിളിക്കുന്നത്, 2f എന്ന് വിളിക്കുന്നത് കേട്ടോ. അതേപോലെ ഇപ്പുറത്തും ഉണ്ടാവും. അതായത് ഇതിപ്പോൾ ഒരു സർക്കിൾ അല്ലേ, അതേപോലെ ഇതും ഒരു സ്ഫിയർ അല്ലേ. അപ്പോൾ അതേപോലെ നോക്കുമ്പോൾ ഇവിടെയും ഒരു എഫ് ഉണ്ടാവും, അതേപോലെ തന്നെ ഇവിടെയും ഒരു 2f ഉണ്ടാവും. ഇതിന് f1 എന്ന് എടുക്കുകയാണെങ്കിൽ ഇവിടെ f2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കും. അതാണ് കേട്ടോ. അപ്പോൾ 2f എന്ന് പറയുന്നത് ഇവിടെ സെൻറ്റർ ഓഫ് കർവേച്ചർ ആണെന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ 2f ബിറ്റ്വീൻ f1 2f കിട്ടുന്നു. ആൻഡ് അറ്റ് 2f അറ്റ് 2f ആണ്. അപ്പോൾ സെയിം സൈസാണ് വരുന്നത്. ആൻഡ് f1 f2 ആണെങ്കിൽ ബിയോണ്ട് 2f കിട്ടും. അറ്റ് f1 ആണെങ്കിൽ ഇൻഫിനിറ്റിയിലാണ്, ബിറ്റ്വീൻ f1 ഒപ്റ്റിക്കൽ സെൻറ്റർ ഓയും ആണെങ്കിൽ സെയിം സൈഡിലാണ് കിട്ടുക. അപ്പോൾ ഇത് ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിൾ നിങ്ങൾ എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അത് സെപ്പറേറ്റ്ലി പറയുന്നില്ല. ഇത് നിങ്ങൾക്ക് ഈ ടേബിൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, നമ്മളുടെ വൺ ഷോട്ട് ഇരുന്ന് കാണുക കേട്ടോ. അതിൽ മിസ് കൃത്യമായിട്ട് വരച്ച് തരുന്നുണ്ട്. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ നേരത്തെ പോലെ തന്നെ കോൺകേവ് ലെൻസ് ആണെങ്കിൽ 2 എണ്ണാണുള്ളത്. ഒന്ന് അറ്റ് ഇൻഫിനിറ്റിയിലും പിന്നെ ബിറ്റ്വീൻ ഓയും എന്താണ്, അവിടെ പോളിന് പകരം ഇവിടെ ഒപ്റ്റിക് സെൻറ്റർ, അത്രയേ ഉള്ളൂ വ്യത്യാസം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ആകുമ്പോൾ ഫോക്കസിലാണ് കിട്ടുന്നത്, ഇവിടെയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്വീൻ f1 ആൻഡ് ഒപ്റ്റിക്കൽ സെൻറ്ററാണ് കിട്ടുന്നത്. ഇത് വിർച്വൽ ആൻഡ് ഡിറക്റ്റ് ആണ്. നേരത്തെ പോലെ തന്നെ മിററിൻ്റെ സെയിം പോലെ തന്നെയാണ് വരിക. അവിടെ കോൺവെക്സ് മിററിൻ്റെ കേസിൽ ഇവിടെ കോൺകേവ് ലെൻസ്, അവിടെ കോൺകേവ് മിററിൻ്റെ സെയിം പോലെയാണ് ഇവിടെ കോൺവെക്സ് ലെൻസ്. അതാണ് വ്യത്യാസമുള്ളൂ. ഇനി ഇതേപോലെ തന്നെ ഇവിടെയും മിറർ ഫോർമുല പഠിക്കാനുണ്ട്. അപ്പോൾ കാർട്ടീഷ്യൻ സിസ്റ്റം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സെയിം തന്നെയാണ് വരുന്നത്. ആൻഡ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നതാണ് ലെൻസസ് ഫോർമുല. ലെൻസസ് ഫോർമുല അതുപോലെ തന്നെയാണ്, മിററിനെ പോലെ തന്നെയാണ് വരുന്നത്. പക്ഷേ 1/f = 1/v അവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആണെന്നുള്ളതാണ് വ്യത്യാസമുള്ളത്. ആൻഡ് മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ എന്താ നോക്കൂ, m = v/u. സെറ്റാണല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, അതൊന്ന് പഠിച്ചു വെക്കുക. ദെൻ ലാസ്റ്റായിട്ട് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് പവർ ഓഫ് ലെൻസ്. അപ്പോൾ പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മെറ്റീരിയലിൻ്റെ ഫോക്കസ് അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് അഥവാ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ 1/f എന്ന് പറയുന്ന ഇക്വേഷനാണ്. എഫിനെ നമ്മളെപ്പോഴും മീറ്ററിലാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോക്കൽ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ പോസിറ്റീവ് ആണെങ്കിൽ അത് കോൺവെക്സ് ആയിരിക്കും ലെൻസ്, നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കോൺകേവ് ആയിരിക്കും ലെങ്ത്. ആൻഡ് ഫോക്കൽ ലെങ്ത് എത്രയാണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പവർ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നത്. അതിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ക്വിക്കായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിലുള്ള വൺ ഷോട്ട് നിങ്ങൾ കാണണം. അടിപൊളിയായിട്ട് മിസ് എടുത്ത് തന്നിട്ട്. സോ ഇത് 10 മിനിറ്റ്സിലേക്ക് നമ്മൾ 10 അല്ല, ഇപ്പോൾ ആക്ച്വലി 13 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ 13-14 മിനിറ്റ്സിലേക്ക് മിസ് ചുരുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളത് പഠിച്ച് ഇത് റിവിഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പോയിട്ട് വൺ ഷോട്ട് കാണുക. ഓക്കെ, അപ്പോൾ ഇതിലും അടിപൊളിയായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആവും. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.